അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പഴം വെച്ചിട്ടുള്ളതാണ്. നല്ല പഴുത്തിട്ടുള്ള പഴം നോക്കിയെടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റോബസ്റ്റ പഴമാണ്. മഞ്ഞ കളറിലെ റോബസ്റ്റ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ പച്ച കളറിലെ റോബസ്റ്റ പഴം, ഏത് നിറത്തിലുള്ള റോബസ്റ്റ പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇത് നല്ല അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് നല്ല പഴുത്തിട്ടുള്ള റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. പഴുക്കാത്ത പച്ചയായിട്ടുള്ള റോബസ്റ്റ പഴം എടുക്കരുത്, എന്നാൽ പിന്നെ ഒരു കറച്ചവ ഉണ്ടാവും. ഇനി ഈ പഴത്തിന്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ദാ പഴം കട്ട് ചെയ്തെടുത്തു. ഇനി കട്ട് ചെയ്തെടുത്ത പഴം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഴം അടിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ അടിച്ചെടുക്കാം. കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പിൽ കൂടെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. പഴം അടിച്ചെടുത്തതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ എടുത്താൽ മതിയാവും. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ്. ഒരുപാട് ചേരുവകളൊന്നുമില്ല, കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എത്രയാണോ നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴത്തിൻ്റെ മധുരവും ആ മുളക് പൊടിയുടെ ചെറിയ ഒരു എരിവും എല്ലാം കൂടി അടിപൊളി ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്. ഞാനിപ്പോൾ 250 ml കപ്പിന് 2 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലമാവ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും, അത് മാറി കിട്ടുന്നതിന് അരിച്ചിട്ടെടുക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു അളവ് കപ്പില്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളവും ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടാവില്ല, ആ ഗ്ലാസ്സിനോ അല്ലെങ്കിൽ ഒരു ബൗളിലോ അളന്നിട്ടെടുക്കാം മാവ്. 2 കപ്പ് കടലമാവിന് 1/2 കപ്പ് വറുത്ത പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും 250 ml കപ്പിന് 1/2 കപ്പ് വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും തരിയൊന്നുമില്ലാത്ത ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി വേണം എടുക്കാൻ. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. പഴം അടിച്ചെടുത്തതിൽ വെച്ചിട്ടാണ് ഇതെല്ലാം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കാം. മാവെല്ലാം എന്താ കുഴച്ച് എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് കുഴച്ചുരുട്ടിയെടുക്കാം. അപ്പോൾ അതാ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പഴത്തിലാണ് ചെയ്യുന്നതെങ്കിൽ 1 കപ്പ് കടലപ്പൊടിയും 1/4 കപ്പ് അരിപ്പൊടിയും എടുക്കുക. എല്ലാ ചേരുവകളും പകുതി അളവെടുത്താൽ മതി. ഇത് ഇവിടെ ഇരിക്കട്ടെ, റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ എന്താ ഒരു കടായിൽ കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ അരിപ്പ വെച്ച് കൊടുക്കാം. കോരിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നിലക്കടലയാണ്. 1/2 കപ്പ് നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്ത നിലക്കടലയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. റോസ്റ്റ് ചെയ്യാത്ത നിലക്കടലയാണെന്നുണ്ടെങ്കിൽ ഒരു 30-40 സെക്കൻഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു 40 സെക്കൻഡ് ആയപ്പോൾ നിലക്കടല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതേ അരിപ്പയിൽ തന്നെ നമുക്ക് ഒരു 1/2 കപ്പ് പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. നേരിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കോരിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇതാകുമ്പോൾ എളുപ്പമുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി അതേ അരിപ്പയിൽ തന്നെ ഒരു 1/2 കപ്പ് അവിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. അവിലൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഒരു 10 സെക്കൻഡൊക്കെ വേണ്ടുള്ളൂ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. വീണ്ടും അരിപ്പ എണ്ണയിൽ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി അല്ലികൾ ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. നല്ലൊരു മണമായിരിക്കും, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. വെളുത്തുള്ളി അല്ലികൾ ചതച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ മേൽഭാഗത്തുള്ള തൊലിയെല്ലാം മാറ്റിയിട്ട് ഇടുകല്ല് വെച്ചിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഒന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ വെളുത്തുള്ളിയുടെ നിറമൊക്കെ മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി അതേ അരിപ്പ എണ്ണയിൽ വെച്ച് കൊടുത്തതിന് ശേഷം 2-3 വറ്റൻമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം.
അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ചൂടോടുകൂടി തന്നെ ചെയ്തിട്ടെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. ആ ചൂടോടുകൂടി തന്നെ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതാ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ വെച്ചിരുന്ന സമയം മാത്രമേ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. ഈ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ച് മാവെടുക്കുക. കുറച്ച് മാവെടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സേവനാഴിയാണ്. സേവനാഴിക്കുള്ളിൽ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്യാം. എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലത്തെ ചെറിയ ഹോളുള്ള ചില്ലാണ് എടുത്തിട്ടുള്ളത്. സേവനാഴിക്കുള്ളിൽ നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് നിറയ്ക്കാം. ഇനി ഒന്ന് അടച്ചു കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ബാക്കി എണ്ണയിലേക്ക് മാവ് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയും മതി. ബാക്കി കൈകൊണ്ട് മുറിച്ചിട്ട് കൊടുത്താൽ മതി മാവ്. ഒരു വശം ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ചും കൂടെ കനം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയ ഹോളുള്ളതിൽ പിഴിഞ്ഞൊഴിക്കാം. ഞാനിപ്പോൾ മിക്സറിൻ്റെ രീതിയിലാണ് ചെയ്തിട്ടെടുക്കുന്നത്. ഒരു 10-20 സെക്കൻഡ് കഴിയുമ്പോൾ എടുത്ത് മാറ്റാം. അപ്പോൾ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ പിഴിഞ്ഞൊഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ സേവെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ചൂട് മാറി കഴിയുമ്പോൾ നല്ലോണം ക്രിസ്പി ആയിട്ട് മാറും. ഇനി ഇതൊന്ന് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് അങ്ങ് പൊടിക്കണ്ട, നല്ല നേരിയതായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താം. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് മുളക് പൊടിയും കായപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചില്ലേ, ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. മെല്ലെ കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക, പൊടിഞ്ഞു പോകരുത്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കാം. അപ്പോൾ പഴം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മിക്സർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെയ്തിട്ട് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. പഴത്തിൻ്റെ ചെറിയൊരു മധുരവും അതുപോലെ തന്നെ മിക്സറിൻ്റെ ചെറിയൊരു എരിവും കൂടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ വെറൈറ്റി ആയിട്ട് മിക്സർ തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ പഴം വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം മിക്സർ തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്